വിമാനം വൈകുമെന്നറിയിച്ച ഇൻഡിഗോ പൈലറ്റിന് യാത്രക്കാരന്റെ മർദ്ദനം. പൈലറ്റ് അനൂപ് കുമാറാണ് മർദ്ദനത്തിന് ഇരയായത്. ദില്ലിയിലേക്കുള്ള വിമാനം തിരിച്ച് ഗോവയിലിറക്കുമെന്ന് യാത്രക്കാരെ അറിയിക്കുന്നതിനിടെയാണ് പൈലറ്റിനെ യുവാവ് മർദ്ദിച്ചത്. വിവരങ്ങളുമായി അരുൺ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയ വിമാനത്തിലാണ്? ദില്ലിയിലേക്ക് വന്ന വിമാനമാണെന്ന് മനസ്സിലാകുന്നു. ഗോവയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണോ? എന്താണ് സംഭവിച്ചത്? ഈ പ്രാഥമിക വിവരവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗോവയിൽ നിന്നും ദില്ലിയിലേക്ക് തിരിച്ച് ഗോവയിലെ പനാജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഗോവയിലേക്ക് തിരിച്ച വിമാനമാണ് വൈകുന്നതായി ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വൈകുന്നു ഒന്നുമല്ല, വൈകിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവരം യാത്രക്കാരെ അറിയിച്ച പൈലറ്റിനെ ഒരു യാത്രക്കാരൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ രാവിലെ മുതലേ പ്രചരിച്ചു തുടങ്ങിയത്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ രാവിലെ മുതലേ പ്രചരിച്ചു തുടങ്ങിയത്. കാരണം ദില്ലിയിലേക്കുള്ള പല അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 150ഓളം വിമാനങ്ങളാണ് ഇന്ന് രാവിലെ വൈകിയതായി ദില്ലിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം യാത്രക്കാരിൽ നിന്ന് ഉയരുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഈ ഇൻഡിഗോ വിമാനം ഇന്ന് രാവിലെ ദില്ലിയിൽ എത്തേണ്ടതായിരുന്നു. ദില്ലിയിൽ രാവിലെ പുലർച്ചയോടെ എത്തേണ്ട വിമാനം അപ്രതീക്ഷിതമായി മൂടൽമഞ്ഞുണ്ടായതിനെ തുടർന്ന് തന്നെ തിരിച്ച് ഗോവയിലേക്ക് ഈ യാത്രക്കാരനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മനു, തീർച്ചയായും അപ്രതീക്ഷിതമായിരുന്നു ഈ ഇൻഡിഗോ പൈലറ്റിൻ്റെ നേരെയുള്ള ഒരു ആക്രമണം. യാത്രക്കാരിൽ ഒരാളാണ് ഈ ഒരു ദൃശ്യങ്ങൾ രേഖപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്തത്. ഈ ഒരു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ യാത്രക്കാരൻ്റെ മർദ്ദനത്തിന് ഇരയായ പൈലറ്റിൻ്റെ കൂടി മൊഴി ഇപ്പോൾ ഇൻഡിഗോ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പോലീസ് സുരക്ഷാ അധികാരികളും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അധികൃതരും വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസിനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരനെ നിയമ നടപടികൾക്ക് വിധേയമാക്കും. ഇതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇൻഡിഗോ അധികൃതരും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടതും വന്നെത്തേണ്ടതുമായ 150 വിമാനങ്ങളാണ് ഇപ്പോൾ വൈകി ഓടുന്നത്. ഇപ്പോൾ ഒരു സുപ്രധാനമായ ഒരു നിർദ്ദേശവും വിമാനത്താവള അധികൃതർ നൽകുന്നുണ്ട്. യാത്രയ്ക്ക് മുൻപായി തങ്ങളുടെ യാത്രയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരായുവാൻ, അതുമായി ബന്ധപ്പെട്ട് എയർലൈനിൻ്റെ സമയക്രമം, സമയം താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യാത്രയ്ക്ക് മുമ്പ് യാത്രക്കാരെല്ലാം ഈ വിമാനത്താവളവുമായോ അല്ലെങ്കിൽ വിമാന കമ്പനി അധികൃതരുമായോ കൃത്യമായ ഒരു ആശയവിനിമയം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും വിമാന കമ്പനികളും സൃഷ്ടിച്ചത്. കാരണം പറക്കുന്നതിനിടയിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം പൈലറ്റിന് നേരെ ഉണ്ടായത്. അപകടകരമാണ് ആ സാഹചര്യം. തീർച്ചയായും വലിയൊരു അപകടകരമായ സാഹചര്യം തന്നെയാണ് അത്. കാരണം ഈ സുരക്ഷ തന്നെയാണ് കാരണം. പ്രത്യേകിച്ച് വ്യോമഗതാഗതവുമായി വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് സുരക്ഷ തന്നെയാണ് ഈ യാത്രയ്ക്കെല്ലാം വലിയ രീതിയിലുള്ള മുൻഗണന നൽകുന്നത്. ഇത്രയും സുരക്ഷ വിമാനത്തിനകത്ത് പോലും ഒരുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാരണം ഈ ഒരു നിർദ്ദേശം നടക്കുന്ന സമയത്ത് യാത്രക്കാരെല്ലാം സീറ്റുകളിൽ തുടരണമെന്നുള്ള നിർദ്ദേശവും ക്യാപ്റ്റൻ അല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായ നടപടിയാണ്. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകുന്നതിനിടെയാണ്. കാരണം ഇത് വിമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷമ ചോദിക്കുന്നു. താങ്കൾക്ക് നേരിട്ട അസൗകര്യത്തിൽ അധികൃതർ ക്ഷമ ചോദിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട്, ഇങ്ങനെ തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ്, ആ ഒരു വിവരണം വിമാനത്തിൻ്റെ മുഖ്യ ക്യാപ്റ്റൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു യാത്രക്കാരൻ ഈ വിമാനത്തിൻ്റെ ക്യാപ്റ്റനെ ആക്രമിക്കുന്ന ഒരു തരത്തിലുള്ള രംഗം ഇപ്പോൾ വരുന്നത്. കാരണം ക്യാബിൻ ക്രൂ മെമ്പർമാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരുൾപ്പെട്ടാണ് അവരും യാത്രക്കാരുൾപ്പെടെ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ മർദ്ദനം തുടരുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള ഈ ഒരു വിളിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമത്തിൽ നിന്ന് പിന്തിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൂടെയുള്ള സഹയാത്രികർ നടത്തുന്ന കാഴ്ചയും ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഇടപെട്ടാണ് ഇദ്ദേഹത്തെ ആക്രമണത്തിൽ നിന്ന് പൈലറ്റിനെ രക്ഷിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോ വിമാനത്തിൽ ആകാശത്ത് വച്ച് പൈലറ്റിനെ മർദ്ദിച്ചിരിക്കുകയാണ് യാത്രക്കാരൻ. വിമാനം വൈകുന്നു
വിമാനം തിരികെ ഗോവയിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരുമെന്ന് യാത്രക്കാരെ അറിയിക്കുമ്പോഴാണ് ഒരു അപ്രതീക്ഷിതമായി ഒരു യാത്രക്കാരൻ എണീറ്റ് വരികയും പൈലറ്റിന് നേരെ മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്തത്. ആകാശത്ത് വെച്ച് തന്നെയാണ് ഇത് നടന്നത് എന്നത് ഏറെ ഗൗരവതരമായ കാര്യമാണ്. കാരണം സുരക്ഷാ പ്രശ്നങ്ങളടക്കം നമുക്കറിയാം വിമാനയാത്രയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിനുകൂടി വെല്ലുവിളിയാകുന്നതാണ് ഈ യാത്രക്കാരൻ്റെ പ്രതികരണം. തുടർ നടപടികളിലേക്കൊക്കെ വിമാന കമ്പനിയും മറ്റ് അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ കടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അരുണാണ് ദില്ലിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.